you need your space, then pull me close. I read your silence, louder than most. One day you're warm, the next day you're cold. Got me second guessing. ഹായ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ട്രിപ്പ് പോകുകയാണ്. ട്രിപ്പ് എന്ന് പറഞ്ഞാൽ വലിയ ട്രിപ്പൊന്നുമല്ല, നമ്മൾ മുനമ്പം ബീച്ച് വരെ പോവാണ്. അതെ, അപ്പം നമ്മൾ അങ്ങനെ പറഞ്ഞു വന്ന പോലെ മുനമ്പം ബീച്ച് വരെയാണ് നമ്മൾ സൺഡേ പോയത് കേട്ടോ. നമ്മൾ ഈവനിങ് ആണ് പോയത്. ഈവനിങ് ഒരു 3 മണി കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ ഇറങ്ങി വീട്ടിൽ നിന്ന്. അന്നേരം മഴയോ കാര്യങ്ങളോ അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഒന്നാമത്തെ മഴ സീസൺ ആണല്ലോ, അപ്പോൾ പോകാൻ ചെറിയൊരു ഇതുണ്ടായിരുന്നു. നമ്മൾ എല്ലാ കുടയും വടിയും എല്ലാമൊക്കെ ആയിട്ടാണ് നമ്മൾ എടുത്തിട്ട് പോയത്. നമ്മളെല്ലാവരും കൂടി ഒരൊറ്റ കാറിനാണ് കേട്ടോ പോയത്. രണ്ട് ഇതായിട്ട് പോയില്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ചും കൂടി ടാസ്ക് ആവുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഒറ്റ കാറിനാണ് പോയത് എല്ലാവരും കൂടി. ഇതിപ്പോൾ ഷെയ്ൻ്റെ ഫാമിലി എല്ലാവരുമായിട്ടാണ് കേട്ടോ പോയത്, എൻ്റെ വീട്ടിൽ നിന്നല്ല. അങ്ങനെ അപ്പോൾ പോണ വഴിയാണ് നമ്മുടെ പള്ളിയിൽ എന്തോ പരിപാടിയൊക്കെ നടക്കണം നമ്മൾ കണ്ടത്. അപ്പോൾ അങ്ങനെ ആ വഴിയാണ് നമ്മൾ പോകുന്നത്. ഇതിപ്പോൾ പെട്ടെന്ന് നമ്മൾ പ്ലാൻ ചെയ്ത കാര്യമാണ് കേട്ടോ. നേരത്തെ വെച്ചിട്ട് നമ്മൾ പ്ലാൻ ചെയ്തൊന്നുമല്ല. പെട്ടെന്ന് നമ്മൾ കാര്യങ്ങൾ റെഡിയാക്കിയായിരുന്നു. രാവിലെ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പ്ലേസ് എന്താന്ന്. പിന്നെ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ബീച്ച് തോന്നി. അങ്ങനെ നമ്മൾ ബീച്ചിൽ പോയി. ഈ ബാക്ക് സൈഡിൽ വണ്ടിയുടെ ബാക്ക് സൈഡിൽ ഇരിക്കുമ്പോൾ, ഇന്നോവയായിരുന്നു വണ്ടി, ബാക്ക് സൈഡിൽ ഇരിക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുടുക്കം കാരണമാണോ അല്ലെങ്കിൽ എന്താണെന്നറിയില്ല, നേരത്തെ ഇതിന് മുന്നേ നമ്മൾ വണ്ടി എടുക്കണേക്ക് മുന്നേ ഈ വണ്ടിയിലേക്ക് തന്നെയായിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ബാക്കിൽ തന്നെ ഇരുന്നേച്ചേ. അന്നേരം ബെൻലി ഉണ്ടായിരുന്നില്ല, ഇപ്പം ബെൻലിയും കൂടി ഉണ്ട്. എന്താണെന്നാവോ എനിക്കിരുന്നിട്ട് ഭയങ്കര ഒരു ഇതായിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു. തല കറങ്ങുന്ന പോലെ, ഛർദ്ദിക്കാൻ വന്ന പോലെ, അങ്ങനത്തെയൊക്കെ എന്തോ ഒരു പ്രയാസങ്ങളായിരുന്നു. അങ്ങോട്ടേക്ക് പോയപ്പോൾ അധികം ഉണ്ടായിരുന്നില്ല, പക്ഷെ തിരിച്ചു വന്നപ്പോൾ ഞാൻ നന്നായിട്ട് പാടുപെട്ടു. കാരണം ഭയങ്കര ഒരു തിക്കുമുട്ടലായിരുന്നു. നമുക്ക് സ്പേസ് ഉണ്ട്, പക്ഷേ എന്താ വെച്ചാൽ ഇരിക്കാൻ പറ്റുന്നുണ്ട്, പക്ഷേ ആ ഒരു ഇതുണ്ടായിരുന്നില്ല. നമുക്കൊരു കംഫേർട്ട് തോന്നുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര തലവേദനയും അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ ബെൻലി നമുക്ക് ഉണ്ടല്ലോ, അപ്പോൾ ബെൻലിനെ മാനേജ് ചെയ്യണ കാരണം ആകെ നമ്മൾ വയ്യാണ്ടാവും. അങ്ങനെ ആ ഒരു പ്ലേസ് എത്താറായപ്പോഴേക്കും നമുക്ക് ഈ വെള്ളത്തിൻ്റെ ഇതൊക്കെ കാണുമ്പോൾ തന്നെ അതൊരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ നമ്മൾ ജസ്റ്റ് വണ്ടി ഒന്ന് സൈഡാക്കി നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. You say you need your space, then pull me close. I read your silence, louder than most. One day you're warm, the next day you're cold. നമ്മളുണ്ടല്ലോ ഓടിച്ച് കുറച്ചങ്ങോട്ട് അറ്റത്തേക്ക് പോയി. അപ്പം നമുക്ക് കാണാൻ പറ്റുകയെന്ന് വെച്ചാൽ ഈ തിട്ടുണ്ടല്ലോ, നമ്മൾ ഈ കടലിൻ്റെ അവിടെ കെട്ടി വെച്ചേക്കണ അതിൽ നിന്നും കവച്ച് വെച്ചാൽ വെള്ളം വന്നേന്ന പോലെയാണ്. വെള്ളം ഇങ്ങോട്ട് തെറിക്കായിരുന്നു. അതുപോലെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. ഇങ്ങനെ നമ്മൾ ആ ഒരു ബീച്ച് സൈഡിൽ പോവും എന്നുണ്ടെങ്കിലും ഇങ്ങനെ തെറിച്ചവൻ ആ ഒരു ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അത്രയ്ക്ക് ഇങ്ങനെ വെള്ളം ചാടി വന്ന പോലെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആലോചിക്കുന്നത് ഇപ്പോൾ നമുക്ക് ന്യൂസിലൊക്കെ കാണാൻ പറ്റുമല്ലോ, ഇതുപോലെ ഇതിൻ്റെ അടുത്ത് വീടുള്ളവർക്കൊക്കെ ഭയങ്കര റിസ്ക് ആയിരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ പറയായിരുന്നു വണ്ടിയിലിരുന്ന്. ഇവിടെയൊന്നും അധികം ആൾക്കാർ നിൽക്കുന്നുണ്ടായിരുന്നില്ല. കുറച്ച് അങ്ങോട്ട് നീങ്ങിയിട്ട് ഒക്കെയാണ് നിന്നേച്ചേ. പിന്നെ നമ്മൾ നിൽക്കാൻ പാകത്തിനുള്ള സ്ഥലത്തെത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും പിള്ളേർ ഇവിടെ ക്രിക്കറ്റും കാര്യങ്ങളൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു. സ്പേസ് ഉണ്ട്, അത്യാവശ്യം നല്ല ഭംഗിയുള്ള സ്ഥലമൊക്കെയാണ്. You say you need your space, then pull me close. I read your silence, louder than most. One day you're warm, the next day you're cold. Got me second guessing.
what I already know. I give you love, but you ration yours. You open up just to close the door. I stay up late, trying to read your mind. I can't read your എനിക്കുണ്ടല്ലോ ഈ ഒരു പ്ലേസ് എത്തിയപ്പോൾ തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഈ വേളാങ്കണ്ണിയിലൊക്കെ പോയുള്ളൊരു ഇത് തോന്നി. കാരണം ഇങ്ങനത്തെ ഒരു നടക്കാനുള്ളൊരു പ്ലേസ് ഇല്ലേ, ആ പ്ലേസ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയതൊരു അങ്ങനത്തെ ഒക്കെ ഒരു ഏരിയ ആയിട്ട് തോന്നി. നമ്മൾ കേരളം പോലെ എനിക്ക് ഫീൽ ചെയ്തില്ല ഇത് കണ്ടപ്പോൾ. ഞാൻ ആരോടും പറഞ്ഞില്ല, എനിക്കങ്ങനെ തോന്നി ആ നേരത്ത്. പിന്നെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി അവിടെ തന്നെ നമ്മളിങ്ങനെ റെഡി ടു ഈറ്റ് പോലെ അവിടെ ചേച്ചി അപ്പം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ചൂടുള്ള പഴംപൊരി, മുട്ട പപ്സ്, പിന്നെ മുട്ട പപ്സ് അല്ലല്ല, മുട്ട ബജ്ജി, അതിന് മുട്ട ബജ്ജി, പിന്നെ മീൻ കട്ട്ലേറ്റ് അതുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു, ചായ കുടിച്ചു. പിന്നെ കുറച്ച് നേരം നമ്മൾ അതിൻ്റെ പ്ലേസിൻ്റെ അരികത്ത് തന്നെ നിന്നു. ഈവനിങ് ഒക്കെ ആയതാണ്, നമുക്ക് വെയിലോ മഴയോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്കങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഒരു ഇതുണ്ടാവുമല്ലോ. അങ്ങനെ നമ്മളത് നോക്കി നിന്നു. അപ്പോഴാണ് നമ്മളൊരു കാഴ്ച കാണുന്നത്. ഈ സാധനം ഇത് എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ വെള്ളം തെറിക്കുമ്പോൾ മീൻ ഇതുപോലെ വന്ന് കിടന്നിട്ട് അവിടെ കിടന്ന് ചത്തു പോകണം, അതാണെന്ന് തോന്നണേ. എനിക്ക് കണ്ടപ്പോൾ അങ്ങനെ തോന്നി, മീൻ വന്നിട്ട് അവിടെ അങ്ങനെ കിടക്കുന്നത്. You say you need your space, then pull me close. I read your silence, louder than most. One day you're warm, the next day you're cold. Got me second guessing. ബെൻലിക്ക് എന്തോ ഇറങ്ങിയപ്പോഴേക്കും എന്തോ ചെറുതായിട്ട് പേടി വന്നെന്ന് തോന്നണം. അവൻ ചെറുതായിട്ട് കരയുന്നുണ്ടായിരുന്നു. പക്ഷേ കെസ്റ്റിനൊക്കെ കുഴപ്പമുണ്ടായിരുന്നില്ല. കെസ്റ്റിനും അനിയൻ്റെ കൊച്ചാണ് കെസ്റ്റിൻ, അത് കുഴപ്പമുണ്ടായിരുന്നില്ല. കെസ്റ്റിനും ആൻവിനും അവർക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് അവർ വെള്ളത്തിലൊക്കെ ഇറങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനും ചെറുതായിട്ട് ഇറങ്ങിയുള്ളൂ. എനിക്കങ്ങനെ നമുക്ക് ഈ നനഞ്ഞ ഒരു ഈർച്ച വരും. അപ്പം ഞാൻ അധികം ഇറങ്ങിയില്ല, ഞാൻ ചെറുതായിട്ട് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് കയറി പോന്നു. You say you need your space, then pull me close. അങ്ങനെ നമ്മൾ അധികം ലേറ്റ് ആകാതെ തിരിച്ച് നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. എനിക്ക് ആകെ ഉണ്ടായൊരു വിഷമം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ലാസ്റ്റത്തെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഈ തലവേദനയും വോമിറ്റിങ് അങ്ങനത്തെ ടെൻഡൻസിയൊക്കെ വന്നാലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വീഡിയോസ് എടുക്കാനായിട്ട്. ആകെ നമുക്ക് ഒട്ടും വയ്യുണ്ടായിരുന്നില്ല. അങ്ങനെ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ സൺഡേ ട്രിപ്പ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.